അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നെല്ലിക്ക വെച്ചിട്ടുള്ളതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ട് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ നെല്ലിക്കയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കുവാനും അതുപോലെ ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. വിറ്റമിൻ സി, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് ഒക്കെ ധാരാളം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ഷുഗർ, കൊളസ്ട്രോൾ, BP എന്നിവ നിയന്ത്രിച്ച് നിർത്താനും കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടാനും അതുപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല തിളക്കമുള്ളതാക്കി വെക്കാനും യുവത്വം നിലർത്താനും ഒക്കെ ഈ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാനിപ്പോ 1 കിലോ നെല്ലിക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതായി എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്ക ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ നെല്ലിക്ക ഓരോന്നും ഇതുപോലത്തെ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ഹോളുള്ള ഹോളിൽ കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ കുരു നമുക്ക് ആവശ്യമില്ല, കുരു നമുക്ക് മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നെല്ലിക്കയെല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴാണ്. ഇപ്പൊ എല്ലാ നെല്ലിക്കയും ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത നെല്ലിക്ക മുഴുവനും ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നെല്ലിക്ക വേവുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് കുഴഞ്ഞ പരുവത്തിൽ വേവിച്ചെടുക്കരുത്. ചെറുതായിട്ടൊന്ന് നമുക്ക് ഇത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടണം. ഒരുപാടങ്ങ് വെന്ത് കുഴയാത്ത രീതിയിൽ ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഇത് ചൂടായി തിളച്ചൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ആ നെല്ലിക്കയുടെ വെള്ളം കൂടെ ഇറങ്ങി വരും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ചെങ്കിൽ മാത്രമേ ഈ നെല്ലിക്കയിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരുള്ളൂ. ഇപ്പൊ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നെല്ലിക്ക എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളമുണ്ട്. 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇല്ലാന്നുണ്ടെങ്കിൽ ചുക്ക് പൊടി ഉണ്ടല്ലോ, ഇഞ്ചി ഉണക്കി പൊടിച്ച പൊടി ലാസ്റ്റിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഈ നെല്ലിക്കയുടെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇഞ്ചി ദഹനത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറി കിട്ടുന്നതിന് ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ ചതച്ച് ഇട്ട് കൊടുത്താലും മതി. ഇനി ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ഈ വെള്ളം മുഴുവനും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതൊരു കുഴഞ്ഞ രൂപത്തിലല്ലേ ഇരിക്കുന്നത്, ഇതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി നെല്ലിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ്. 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കല്ലും മണ്ണും ഒന്നുമില്ലാത്ത ഓർഗാനിക് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഓർഗാനിക് ശർക്കര കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതുപോലെ പൊടിച്ചിട്ട് കല്ലും മണ്ണും ഒന്നുമില്ലാത്ത ശർക്കര. അധികം വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കല്ലും മണ്ണും ഉള്ള ഉണ്ട ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടികല്ലുകൊണ്ട് ഇടിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി അരിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായി വരും. കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പങ്ങ് കൂടി പോരുത്, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന നെല്ലിക്ക നല്ല കയ്പുള്ള നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ അധികം കയ്പില്ലാത്ത നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ശർക്കര മതിയാവും. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക. ചിലർക്ക് മധുരം കുറച്ച് മതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇത് അധികം മധുരമൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ നെല്ലിക്ക സീസണാണ്. ചില കുട്ടികൾ നെല്ലിക്ക ഒന്നും കഴിക്കാറില്ല. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നെല്ലിക്ക കഴിക്കാൻ പറ്റും. ഇത് 1 വർഷത്തോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും.
അതുപോലെ ഒന്ന് ഡ്രൈ ആയി വരണം. എന്നാൽ മാത്രമേ വെള്ളത്തിന്റെ നനവ് ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. നല്ലോണം ഡ്രൈ ആയി വരണം. എന്നാൽ മാത്രമേ വർഷങ്ങളോളം ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ തയ്യാറാക്കുന്നത്. നെല്ലിക്ക സീസൺ ആകുമ്പോൾ വില കുറച്ച് നെല്ലിക്ക വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നെല്ലിക്ക കഴിക്കാൻ തോന്നുമ്പോൾ ഇത് കഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയൊന്നും ഇല്ലാതെ ഏലക്ക മാത്രം വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കപ്പൊടിയാണ്. ഇപ്പോൾ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ചുക്കുപൊടിയേക്കാളും കുറച്ചും കൂടെ നല്ലതും ടേസ്റ്റും ഇതുപോലെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടണം. എന്നാൽ മാത്രമേ കുറച്ചധികം നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഒട്ടും തന്നെ വെള്ളത്തിന്റെ നനവ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം കണ്ടില്ല, പാനൊന്നും ഒട്ടും വെള്ളമില്ല, നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ എള്ള് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എള്ള് ഉണ്ടെന്നുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എള്ള് ചേർക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ കുറച്ച് പംകിൻ സീഡും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ള ഏത് നട്ട്സും ചേർക്കാവുന്നതാണ്. സൺഫ്ലവർ സീഡോ അല്ലെങ്കിൽ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തോ വാട്ടർ മെലൺ സീഡോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പം ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒരു 2-3 ബദാം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ബദാമൊക്കെ ദിവസം കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ്. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ശർക്കര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേനില്ല എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേനും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. തേനൊക്കെ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാനും മുഖത്ത് നിലർത്താനും സ്കിന്നിന് നല്ല ഗ്ലോ ആയിരിക്കാനും ഒക്കെ തേൻ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അപ്പം തേനും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ലതുപോലെ ഇത് ചൂട് മാറിയിട്ട് മാത്രമേ തേൻ ചേർത്ത് കൊടുക്കാവൂ. ഈർപ്പൊന്നുമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈർപ്പൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിലിട്ടിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം ഇത് കേടുകൂടാതിരിക്കും. നമ്മൾ എടുക്കുന്ന സ്പൂണും നല്ലോണം ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ആയിരിക്കണം. ഒട്ടും തന്നെ വെള്ളത്തിന്റെ നനവ് ഉണ്ടാവാൻ പാടില്ല. ഇത് ദിവസവും കഴിക്കുന്നതിലൂടെ നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റി ദിവസം ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നെല്ലിക്ക വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്